ഈ ലിങ്ക് ബട്ടണിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഇച്ചിരി ബൾക്കി ആണെങ്കിലും ഇതിൽ കണ്ടമാനം ഫീച്ചർ പാക്ഡ് ആണ്. DJI മൈക്ക് മിനി മൊബൈലിലോട്ട് കണക്ട് ചെയ്യുന്ന എത്ര ബൾക്കി ആണെന്ന് കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് DJI മിനിയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടാണ്. ആർക്കാണ് DJI മിനി മൈക്ക് ആവശ്യം വരിക? ഹോളിലാൻഡ് ലാർക്ക് M2 വയർലെസ് മൈക്കുകളുടെ താഴെ പദവി അടക്കി വാഴുമ്പോൾ അത് പിടിച്ചടക്കാൻ വന്നവനാണ് ഈ കാണുന്ന കുഞ്ഞൻ മൈക്ക് DJI മിനി. ഇന്ന് നമ്മൾ ഇവനെ കുറിച്ച് കൂടുതൽ പരിശോധിക്കാം. ഇതാണ് DJI മിനിയുടെ ട്രാൻസ്മിറ്റർ. ഇത് വളരെ കോമ്പാക്റ്റ് ആണെങ്കിലും കണ്ടമാനം ഫീച്ചേഴ്സ് പാക്ഡ് ആണ്. അതായത് ഈ മാഗ്നറ്റിക് ക്ലിപ്പോണിൻ്റെ കൂടെ തന്നെ ഇവിടെ തന്നെ 2 ബട്ടണുണ്ട്. ഒരു ലിങ്ക് ബട്ടണും ഒരു പവർ ബട്ടണും, പിന്നെ 2 ലൈറ്റുകളുണ്ട്. ഒരെണ്ണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആകുമ്പോഴത്തേക്കൊരു ഓറഞ്ച് കളറ് കത്തും. പിന്നെ കണക്ടിവിറ്റി കാണിക്കാൻ ഒരു ഗ്രീൻ കളർ ഒരു ലൈറ്റും ഉണ്ട്. പിന്നെ താഴെ കണക്റ്റിംഗ് പോർട്ട് ചാർജ് ചെയ്യാനുള്ളതും, പിന്നെ മേളിൽ നമുക്ക് മൈക്കും അതിൻ്റെ മോഡ്യൂളും എല്ലാം കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൽ ഈ ലിങ്ക് ബട്ടണിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് DJIയുടെ വേറെ ഡിവൈസസ് ഉണ്ട്. അതായത് ആക്ഷൻ ക്യാമറ, അതായത് ആക്ഷൻ 5 Pro, ആക്ഷൻ 4 ഇങ്ങനെയുള്ള ഡിവൈസസ് നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ലിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമറയിൽ നമുക്ക് ഡയറക്റ്റ് റെക്കോർഡിംഗ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അപ്പം DJIയുടെ ക്യാമറ ഡിവൈസസ് ഉണ്ടെങ്കിൽ വേറെ മൈക്കൊക്കെ എടുക്കുന്നതിന് പകരം DJIയുടെ തന്നെ മൈക്ക് സീരീസ് മിനിയോ അല്ലെ മൈക്ക് 1ഓ മൈക്ക് 2ഓ ഒക്കെ എടുക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, ഇതാണ് റിസീവർ ഡിവൈസ്. മൊബൈലിനും ക്യാമറയ്ക്കെല്ലാം ഈ ഒരു റിസീവർ തന്നെയാണ്. മൊബൈലിലോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ക്ലിപ്പും കൂടെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് മൊബൈലിൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ഇച്ചിരി ബൾക്കിയാണ്. ഹോളിലാൻഡ് ലാർക്ക് M2 പോലെ അത്ര കോമ്പാറ്റബിൾ ആയിട്ടൊരു സെപ്പറേറ്റ് ഡിവൈസ് ഒന്നും ഇതിനില്ല. പിന്നെ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ DJIയുടെ മൈക്ക് മിനിയിൽ കൂടെ തന്നെയാണ്. നിങ്ങൾക്കിത് കാണാം. TRS കേബിൾ വഴി ഞാൻ ഈ ക്യാമറയിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് ഇച്ചിരി ബൾക്കി ആണെങ്കിലും ഇതിൽ കണ്ടമാനം ഫീച്ചർ പാക്ഡ് ആണ്. ഫോർ എക്സാമ്പിളായിട്ട് ഇതിൻ്റെ ഗെയിൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഗെയിൻ മാറിയോ? സൗണ്ടൊക്കെ മാറിയിട്ടില്ലേ? സൗണ്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നില്ലേ? ഇത് ഞാൻ ഈ 0-ലിട്ടാണ് നോർമലി യൂസ് ചെയ്യുന്നത്. പിന്നെ 2 ട്രാൻസ്മിറ്റർ കണക്റ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ലൈറ്റുണ്ട്. പിന്നെ അത് ചാർജിങ് പോർട്ടുണ്ട്. പിന്നെ പവർ ബട്ടണും, പിന്നെ ഇതിലും ഒരു ലിങ്ക് ബട്ടണുണ്ട് ഡിവൈസുകളായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി. DJI മൈക്ക് മിനി മൊബൈലിലോട്ട് കണക്ട് ചെയ്യുന്ന എത്ര ബൾക്കിയാണെന്ന് കാണിച്ചതാണ്. ഇത് കണ്ടോ, കണക്ട് ചെയ്തു. അപ്പം ഇവിടെ പ്രോംപ്റ്റ് ചെയ്യും മിമോയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. DJIയുടെ ആപ്പാണ് ഈ മിമോ എന്നുള്ളത്. ഇത് ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്യാനും മൈക്ക് കണക്ട് ചെയ്യാനും പിന്നെ ഡ്രോണ് കണക്ട് ചെയ്യാൻ എയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് അതിൻ്റെ ഫങ്ഷൻസൊക്കെ ചെയ്യാനുള്ള ആപ്പാണ്. അപ്പോൾ ഇത് റെക്കോർഡിംഗ് ആണോ ചെയ്യുന്നത്, അത് സെറ്റിങ്സിലോട്ട് പോകാനാണോ എന്നുള്ളത്. ഇപ്പോൾ സെറ്റിങ്സിലോട്ട് പോകുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സെറ്റിങ്സിലോട്ട് പോയി കഴിയുമ്പോൾ ഇത് കണ്ടോ, ഭയങ്കര ഫീച്ചർ റിച്ചാണ് ഇതിൻ്റെ ആപ്പ്. കണ്ടമാനം കൺട്രോൾ ഉണ്ട് ഇതിൽ, കണ്ടമാനം കൺട്രോൾ. അപ്പം ഈ ഹോളിലാൻഡ് ലാർക്ക് M2നെ കമ്പയർ ചെയ്യുമ്പം ഡിവൈസിനെ ഭയങ്കര പവർഫുൾ ആക്കുന്നതാണ് ഈ ആപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ റിസീവറിലോട്ട് തന്നെ വരാം. റിസീവർ ഭയങ്കര ബൾക്കിയാണ്. നമുക്ക് ഇങ്ങനെ വേണേൽ കണക്ട് ചെയ്യാം. ഇത് വല്ല ഡിസ്റ്റർബൻസ് പോലെ തോന്നുകയാണെങ്കിൽ നമുക്കിത് വേണേൽ എടുത്ത് തിരിച്ച് ഇങ്ങനെയും കണക്ട് ചെയ്യാം. ഇതാകുമ്പോഴും വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ബൾക്കിനെസ് ഒന്നും വലിയ കുഴപ്പമില്ലാത്തവർക്ക് ഇത് ഓക്കെയാണ്. പക്ഷേ ഹോളിലാൻഡ് ലാർക്ക് M2 ഒരു കോമ്പാക്റ്റ് ആയിട്ടൊരു ഡിവൈസ് കൊടുക്കുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ബൾക്കി ആയിട്ട് തോന്നുന്നതാണ്. പക്ഷേ ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അമേസിങ് ആണ്. അപ്പം അത് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബൾക്കിനെസ്സൊക്കെ നമുക്ക് ഇതിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതുണ്ട് വയർലെസ് മൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇവിടെ ലിങ്ക് ചെയ്യാനുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ലിങ്ക് ഫങ്ഷനായി. ഇതിൻ്റെ അടിയിൽ മാഗ്നറ്റ് ഉണ്ട്, അത് ഇത് കയറി പിടിക്കുന്നത് കണ്ടോ, കണക്റ്റ് ആയത് കണ്ടോ. അത് കൺഫേം കൊടുക്കുക.
ഇനി ഇത് പറയുമ്പം കണ്ടോണം, ഹലോ 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 കണ്ടോ, ഇതിൽ ഓഡിയോ മീറ്റർ കണ്ടോ കാണിക്കുന്നുണ്ടോ. ഇപ്പോൾ ഈ ട്രാൻസ്മിറ്റർ 2 കണ്ടോ, അത് ഞാൻ കണക്ട് ചെയ്യാൻ പോവാണേ. അതിനായിട്ട് ഇത് ഈ മൈക്ക് 2 ഓൺ ആക്കിയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ടോ, മൈക്ക് 2 കണക്റ്റായി, മൈക്ക് മിനിയും കണക്റ്റായി കണ്ടോ. ആക്ഷൻ അതിൽ വയർലെസ് മൈക്സിൻ്റെ ഇത് കാണിച്ചിരിക്കുന്നുണ്ടോ. DJI മൈക്ക് മിനി കണക്ട് ചെയ്തിട്ടുണ്ട്, DJI മൈക്ക് 2 കണക്ട് ചെയ്തിട്ടുണ്ട് ഒരേ സമയത്ത്. ഇതിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇവരുടെ മൊബൈലിലുള്ള മിമോ എന്ന് പറഞ്ഞ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ മെത്തേഡാണുള്ളത്. നേരെ നമ്മുടെ റിസീവർ കൊണ്ടുവരിക, അത് നമ്മുടെ USB പോർട്ടിലോട്ട് പ്ലഗ് ചെയ്യുക. പ്ലഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രോംപ്റ്റ് വരും, മിമോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം അത് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് റെക്കോർഡിംഗ് ഉള്ളി എന്നുള്ളത് ഡയറക്റ്റ് എടുക്കാം, അതും അല്ലെങ്കിൽ ഗോ ടു സെറ്റിങ്സ് എടുക്കാം. ഗോ ടു സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. നമുക്കിത് പല പാരാമീറ്റേഴ്സും ചേഞ്ച് ചെയ്യാം. നോയിസ് ക്യാൻസലേഷനും ബാക്കിയുള്ള കൺട്രോൾസും എല്ലാം ഇവിടുന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ എബൌട്ട് ഡിവൈസസ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫേംവെയർ അപ്ഡേറ്റിൻ്റെ പ്രോംപ്റ്റ് കാണാം. അപ്പം ഒന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ട്രാൻസ്മിറ്റേഴ്സും നമ്മൾ വെളിയിലെടുക്കണം. വെളിയിലെടുത്ത് വെക്കുക ബോക്സിൽ നിന്ന്, എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. ഡൗൺലോഡ് ഓവർ ആൻഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. ഇത് കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. ഇപ്പോൾ ഈ ബ്ലിങ്ക് ചെയ്യുന്നത് ഒരെണ്ണം, എനിക്ക് തോന്നുന്നത് ആ ട്രാൻസ്മിറ്ററാണ് ഇപ്പം ആയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇത് കണ്ടോ, 2 ട്രാൻസ്മിറ്റേഴ്സ് ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റിസീവറിലെ ഇടയ്ക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബ്ലൂ കളറൊക്കെ വരുന്നുണ്ട്. അത് വന്നിട്ട് പോയി. അപ്പോൾ അതിൻ്റെ എന്തോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻസൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഡിവൈസിൻ്റെ അകത്ത് നടക്കുന്നതാണ്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജായി, 99% ആയി. ഓക്കെ, ഇൻസ്റ്റാളിങ് ഫേംവെയർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയെന്ന് തോന്നുന്നു. ഒരു ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. യെസ്, ഇതിലൊരു ബ്ലൂ കളർ വന്നു, ഒരു പ്രോംപ്റ്റ് വന്നിട്ട് ഓപ്പൺ ഹാൻഡിൽ, ഗോ ടു സെറ്റിങ്സ്, ജസ്റ്റ് നോക്കാം. യെസ്, അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് DJI മൈക്ക് മിനിയുടെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നത്. ആർക്കാണ് ഈ DJI മിനി മൈക്ക് ആവശ്യം വരിക? കൂടുതൽ ക്യാമറയിലൊക്കെ വ്ളോഗിങ് ചെയ്യുക, പിന്നെ മൊബൈലിലും ആവശ്യത്തിന് വ്ളോഗിങ് ചെയ്യാൻ വേണ്ടി കണക്ടിവിറ്റി വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇച്ചിരി ബൾക്കിയാണ്. പിന്നെ കൂടുതൽ ഫീച്ചേഴ്സ്, കൂടുതൽ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇൻ്റർഫേസ് വരെ ചെയ്യാം. അതായത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആപ്പ് ഇച്ചിരി നല്ല ബെറ്ററാണ്. അപ്പോൾ കൂടുതൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുക, കൂടുതൽ ക്വാളിറ്റിയിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ കോമ്പാറ്റബിലിറ്റി കൂടെ തരുന്നതാണ് ഈ DJI മിനി എന്ന് പറഞ്ഞ ഈ മൈക്ക്. നിങ്ങൾക്കിപ്പം DJI മിനിയെക്കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് DJI മിനിയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടാണ്. അതുകൊണ്ട് സൗണ്ട് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞു. ഇപ്പം ഓൾറെഡി നോയ്സ് ക്യാൻസലേഷൻ ഓണാണ്. നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കാനായിട്ട് ഈ പവർ ബട്ടണിൽ ഞെക്കിയാൽ മതി. നോയ്സ് ക്യാൻസലേഷൻ ഓഫായിട്ടുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ ഓഫായി കഴിഞ്ഞപ്പം എങ്ങനെയുണ്ട്? ഇവിടെ ഫാൻ കറങ്ങുന്നുണ്ട്. ഫാനിൻ്റെ സൗണ്ട് വല്ലതും കിട്ടുന്നുണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്കി വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ വർത്തിയാണെങ്കിൽ ഷെയർ ചെയ്യുക.